ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ചെറിയ റീഡിങ്ങേ ചെയ്യുന്നുള്ളൂ. കുറച്ച് എനർജി എൻ്റെ ഡൗൺ ആണ്. മറ്റേ നമ്മുടെ ചന്ദ്രഗ്രഹണമൊക്കെ കാരണമാണെന്നാണ് തോന്നുന്നത്. സോ എന്തായാലും ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ജസ്റ്റ് ഒരു ചെറിയ റീഡിങ് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നുണ്ട്. എന്തായാലും ഗൈഡൻസ് മെസ്സേജ് 2 പൈൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിലേതാ വേണ്ടത് വെച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്യൂ. ഓക്കെ, ഞാൻ നിങ്ങൾക്കുള്ള മെസ്സേജസ് തരാം. ഓക്കെ, 2 പൈലുണ്ട്. ഫസ്റ്റ് പൈൽ നമ്മുടെ താമര ക്ലിയർ കോഡ്സ്. ഓക്കെ, സെക്കൻഡ് പൈൽ ഈ ട്രയാങ്കിൾ. ഓക്കെ, നിങ്ങൾ വേണ്ടത് ചൂസ് ചെയ്തോളൂ. ട്രയാങ്കിൾ അല്ല, പിരമിഡ്, സോറി. ഓക്കെ, ഫസ്റ്റ് പൈൽ, സെക്കൻഡ് പൈൽ, നിങ്ങൾ പൈൽ ചൂസ് ചെയ്തോളൂ ആദ്യം. ഓക്കെ, ആൻഡ് ഞാൻ നിങ്ങൾക്കുള്ള റീഡിങ് എടുക്കാം. പൈൽ 1 ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്താ മെസ്സേജ് വരുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, നിങ്ങൾക്കുള്ള നത്തിങ്നെസ്. ഓക്കെ, and possibilities, very nice. And one more card, totality, courage. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ ഒരു ഓപ്ഷനും ഇല്ല എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഒന്നും എനിക്ക് മുന്നോട്ട് കാണുന്നില്ല, എനിക്ക് ഫുൾ ശൂന്യതയാണ് കാണുന്നത്, ഫുൾ ഡാർക്ക്നെസ് ആണ് കാണുന്നത്, ഇരുട്ടാണ് കാണുന്നത്, എനിക്ക് ഒന്നും എൻ്റെ ലൈഫിൽ ഒന്നും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, സോ ഇവിടെ നത്തിങ്നെസ് എന്ന് പറയുമ്പോൾ ലൈക്ക് ശൂന്യത അല്ലേ, ഒന്നുമില്ല. ബട്ട് ഇവിടെ നമ്മൾ പറയില്ലേ, ഇത് ബ്ലാങ്ക് ക്യാൻവാസ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത്, ഒരു ബ്ലാങ്ക് പേപ്പറാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അതിൽ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവസരങ്ങളാണ് അവിടെ, പോസിബിലിറ്റീസ് ആണ്. ഓക്കെ അല്ലേ, അതായത് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് എന്ത് വേണോ അതിവിടെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ യൂണിവേഴ്സ് ഒരു പുതിയ പേജ് വെച്ച് തന്നിട്ടുണ്ട്, ഒരു ബുക്കിൻ്റെ ഒരു പേജ് തുറന്നു തന്നിട്ടുണ്ട്, പറഞ്ഞ് എഴുതിക്കോളൂ. വാട്ട് യു വോണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് നിങ്ങൾ എഴുതിക്കോളൂ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങൾ യൂണിവേഴ്സ് ആക്ച്വലി നിങ്ങളോട് ക്രിയേറ്റ് ചെയ്യാനാണ് തരുന്നത്. അവസരങ്ങൾ യൂണിവേഴ്സ് തരല്ല, നിങ്ങൾക്ക് വേണ്ടത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാപ്റ്ററാണ് തുറന്നു വെച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു ബുക്കിൻ്റെ ലെസൺ ആണ് തുറന്നു വെച്ചിട്ടുള്ളതെന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ ടോട്ടാലിറ്റി, നിങ്ങൾ ഒരു കാര്യം ചെയ്യാനുള്ളൂ. നിങ്ങളിവിടെ എന്താ ചെയ്യാനുള്ളത്, പോസിബിലിറ്റീസ് ഉണ്ട്. ആൻഡ് ഇത് രണ്ടിൻ്റെയും കളർ നോക്കാം, ഓറഞ്ച്, യെല്ലോയിഷ് ഓറഞ്ച് കളറാണ്. സോ നമ്മളുടെ ഒരു ധൈര്യത്തിനെ കുറിച്ച് പറയാം. എനിക്ക് ധൈര്യം അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്താ പറയുക, റൂട്ട് ചക്രയുടെയൊക്കെ കാര്യമാണ്. നിങ്ങൾക്ക് ലൈക്ക് ലൈഫിന് എന്താണോ വേണ്ടത് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് നിങ്ങൾക്ക് വരുന്നത്. ഞാൻ യൂണിവേഴ്സിൻ്റെ മുമ്പിൽ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യാനാണ് പറയുന്നത്. പൂർണ്ണമായിട്ട് ഇതൊരു ട്രസ്റ്റ് വെക്കാൻ പറയുന്ന പോലെയാണ്. ഈ ട്രപ്പീസ് കളിക്കുമ്പോൾ എങ്ങനെയാണ് അവർ ഒരു പരസ്പരം ഒരു ട്രസ്റ്റിലാണ് ഇത് ചെയ്യുന്നത് അല്ലേ. എന്നെ പിടിക്കും അവിടെ എന്നുള്ള ട്രസ്റ്റാണ്, ഞാൻ ഇവിടുന്ന് കൈവിട്ട അവിടെ പിടിക്കും ഒരാൾ എന്നുള്ള ട്രസ്റ്റാണ്. പക്ഷെ അതിന് അവർ പ്രാക്ടീസ് ചെയ്തിട്ടാണ്. പക്ഷെ നമ്മളും അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അതായത് നമ്മളുടെ എപ്പോഴും ഡെയിലി നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ദാറ്റ് യൂണിവേഴ്സ് നമ്മളെ സപ്പോർട്ട് ഉണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സോ നിങ്ങളോട് പറയുന്ന ട്രസ്റ്റ് പൂർണ്ണമായിട്ട് യൂണിവേഴ്സിലേക്ക് വെക്കാം എന്നാണ് പറയുന്നത്. ആൻഡ് നിങ്ങളോട് പറയുന്നത് ഇവിടെ ആക്ച്വലി എല്ലാ പ്രശ്നങ്ങൾക്കും മേലെ നമ്മുടെ ഈഗിൾ ഉയർന്നു പറക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മലയുടെയും എന്തിൻ്റെയും മേലെ ഏറ്റവും ലൈക്ക് സ്റ്റോം ഉണ്ടെങ്കിൽ, ഒരു കൊടുങ്കാറ്റൊക്കെ വരുമ്പോഴും അതിൻ്റെയും മേലെയാണ് ഈഗിൾ പറക്കുക എന്നാണ് പറയാം. പരുന്ത് അല്ലേ, പരുന്തും അല്ലേ, ഈഗിൾ പറയുമ്പോൾ വേറെ ഗരുഡൻ, അങ്ങനെയൊക്കെയുള്ള. ഓക്കെ, സോ ഗരുഡനോ പരുന്തോ ഒക്കെ, അപ്പോൾ അത് അതിൻ്റെയും മേലെയാണ് പറക്കുക എന്നാണ് പറയാം. സോ അതുപോലെ നിങ്ങൾക്ക് പറക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നിങ്ങളോട് പറയുന്നത് സ്റ്റാർട്ട് ക്രിയേറ്റിംഗ്. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ഒരു അവസരം വെച്ച് തന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് കളർ വേണോ എടുത്തോളൂ, നിങ്ങൾക്ക് എന്ത് ഡിസൈൻ വേണോ വരച്ചോളൂ, നിങ്ങൾക്ക് എന്താണോ വരയ്ക്കാൻ എഴുതാൻ ആഗ്രഹമുള്ളത് എഴുതി തുടങ്ങും. നിങ്ങളുടെ ഒരു കയ്യിൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ് അല്ലേ. നിങ്ങൾക്കായിട്ട് എന്താണ് വേണ്ടത് എന്ന് പറയാനുള്ള ഒരു അവസരം യൂണിവേഴ്സ് തരുന്ന പോലെയാണ്. നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ തരുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്സായി പോയി, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എക്സോഷൻ കാണുന്നുണ്ട്, നിങ്ങൾ ടയേർഡായ പോലെ കാണുന്നുണ്ട്. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് ധൈര്യം കൊണ്ടുവരൂ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ധൈര്യം പുറത്ത് വരട്ടെ എന്നാണ് പറയുന്നത്. ആൻഡ് സ്റ്റാർട്ട് ക്രിയേറ്റിംഗ്. ഓക്കെ, നിങ്ങൾക്ക് ഇനി പുതിയ ഒരു ചാപ്റ്റർ നിങ്ങൾ എഴുതാൻ തുടങ്ങുക എന്നാണ് പറയുന്നത്. വെരി നൈസ് മെസ്സേജ്, എനിക്ക് വലിയ ഇഷ്ടമായി. യൂണിക്കോൺ ആൻഡ് ലയൺ, ധൈര്യം, കറേജ് അല്ലേ. ആൻഡ് ഏഞ്ചൽ, വെരി നൈസ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അവർ നിങ്ങൾക്ക് വഴി കാണിച്ചു തരും. ആക്ച്വലി സ്റ്റാറും ഉണ്ട് ഇവിടെ, നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു പ്രതീക്ഷ കൈവിടരുത്, മെയിനായിട്ട് അതാണ്. ആൻഡ് ഇവിടെ സക്സസ്, ഹോപ്പ്, ഫ്രീഡം, ഹീലിംഗ് ആൻഡ് മാജിക് ആർ ഓൾവേസ് അവൈലബിൾ ടു യു ഇഫ് യു ജസ്റ്റ് ബിലീവ്. ഓക്കെ, നിങ്ങളുടെ ബിലീഫ് പോലെയാണ്. നിങ്ങൾക്കിത് ബ്ലാങ്ക് എന്താ പറയുക, ഒന്നുമില്ല എന്ന് തോന്നിയാൽ ഒന്നുമില്ല. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ ഇതെനിക്കൊരു അവസരമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ യെസ്, അവസരമുണ്ട്. ഓക്കെ, സോ ഇഫ് യു ബിലീവ്, നിങ്ങൾക്ക് എന്തും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് മാജിക്, ശരിക്കും ബിലീവ് ചെയ്യുക, മാജിക്കിലൊക്കെ ബിലീവ് ചെയ്യുക, ശരിക്കും യൂണിവേഴ്സിൻ്റെ ആ ഒരു മാജിക്കൽ പവേഴ്സിൽ ബിലീവ് ചെയ്യുക. ധൈര്യം, ഹാർനസ് ദ ലോയൽ ആൻഡ് പ്രൊട്ടക്റ്റീവ് ഓറ ഓഫ് ദ ലയൺ ആൻഡ് ചാർജ് അഹെഡ് മാഗ്നിഫിഷ്യൻ്റ്ലി. നിങ്ങളോട് പറയുന്ന ധൈര്യത്തോടെ
ഒരു ലയണിനെ പോലെ, ഓക്കെ, ഒരു സിംഹത്തിനെ പോലെ നിങ്ങൾ ചാടി കുതിച്ച് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഏഞ്ചൽസ്, യെസ്, ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെയുണ്ട്, സ്പിരിച്വൽ ഗൈഡ്സ് നിങ്ങളുടെ കൂടെയുണ്ട്, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് എന്നാണ്. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് പൈൽകാർക്ക് മെസ്സേജ്. വെരി നൈസ് മെസ്സേജ്. ഓക്കെ, നമുക്ക് സെക്കൻഡ് പൈലിലേക്ക് പോവാം. സെക്കൻഡ് പൈൽ നമ്മുടെ പിരമിഡ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് എന്താണ് വരുന്നത് നോക്കാം. സെക്കൻഡ് പൈൽ പിരമിഡ് ചൂസ് ചെയ്തവർക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഓക്കെ, ലെറ്റ്സ് സീ. സ്ട്രെസ്, മൊറാലിറ്റി ആൻഡ് കമ്പാരിസൺ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വാർണിംഗ് ആണുള്ളത് ആക്ച്വലി, യുനോ. ഇവിടെ നിങ്ങളുടെ വാർണിംഗ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മേലെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ 10 of Wands എനർജി പോലെയാണ്, ഭയങ്കര ബേർഡൻ നമ്മൾ പറയാറുണ്ട് എപ്പോഴും. നിങ്ങളുടെ മേലെ തന്നെ ഒരുപാട് ഭാരങ്ങൾ എടുത്ത് വെച്ച പോലെയാണ്, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നും പറയാം. ഈ ഭാരങ്ങൾ നിങ്ങൾ എടുത്തിട്ടുള്ള, നിങ്ങളുടെ മേലെ തന്നെ വെച്ചിട്ടുള്ള, നിങ്ങൾ മൊറാലിറ്റി എന്നുള്ള കാർഡുണ്ട്. അതായത് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, നിങ്ങളത് ചെയ്തേ പറ്റൂ എന്ന രീതിക്ക് ചിന്തിക്കുന്ന വ്യക്തിയാണ്. എന്ന് മാത്രമല്ല, എല്ലാം കറക്റ്റായിട്ട് ചെയ്യണം, എല്ലാം ഞാൻ പ്രോപ്പർ ആയിരിക്കണം, ഞാൻ തെറ്റുകളൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ ആരോടും നിങ്ങൾക്ക് നോ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അത് ശരിയല്ല. നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി നിങ്ങളെടുത്ത് തലയിൽ വെക്കുന്ന പോലെയാണ്, അതൊന്ന്. പിന്നെ ആരെങ്കിലും നിങ്ങളും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പോലും നിങ്ങൾ അവിടെ നോ എന്ന് പറയില്ല. ഓക്കെ, നിങ്ങൾ അതിനെ ചെയ്യാൻ ശ്രമിക്കും. സോ അവിടെ എവിടെയോ നിങ്ങളുടെ ഒരു മൊറാലിറ്റി എന്ന രീതിക്ക് എടുക്കുക. അതായത് നിങ്ങളുടെ ഒരു ചിന്താഗതി എന്ന് പറയാം, എന്നിട്ട് നിങ്ങളുടെ ചില ചുമതലകൾ ഉണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കരുത് എന്ന രീതിക്ക് ശരിക്കും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് ഭാരമായിട്ട് മാറുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ഭാരമായിട്ട് മാറുന്നുണ്ട്. ആൻഡ് അത് നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ആക്കുന്നുണ്ട് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. എപ്പോഴും നമുക്ക് ഒരുപാട് ഒരു പരിധിക്ക് മേലെ നമുക്ക് താങ്ങാൻ പറ്റില്ല എന്നൊരു മെസ്സേജാണ് എപ്പോഴും പറയാറ്. സോ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നത് മാത്രം നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഒരിക്കലും അതൊരു തെറ്റായി പോവില്ല. ബിക്കോസ് നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ഒരിക്കലും നിങ്ങൾക്കൊരു തെറ്റാവില്ല. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാനുള്ള പരിമിതികളുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടായാലും ശരി, നിങ്ങളുടെ വേറെ കാര്യങ്ങൾക്ക് ഉണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ, അങ്ങനത്തെ എല്ലാം നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ടാവും അല്ലേ. ആ ലിമിറ്റിൻ്റെ അത്ര നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അതൊരിക്കലും നിങ്ങളുടെ മേലെ ഒരു ഒബ്ലിഗേഷൻ ആയിട്ട് എടുത്തില്ല, ഞാൻ ചെയ്തേ പറ്റൂ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്ന് മാത്രമല്ല, മേ ബി നിങ്ങൾ താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ അതായത് മേ ബി ജോലിയിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിക്ക് കൊണ്ടുപോകണം എന്ന് ചിന്തിച്ച് ചിലപ്പോൾ അവനവൻ്റെ മേലെ പ്രഷർ വരും. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ മേലെ ചിലപ്പോൾ ഒരു ഇതിടുന്നുണ്ടാവും തെറ്റ്. ഓക്കെ, ഞാൻ ഇത് ചെയ്യുന്ന പോരാ, ഇനിയും ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് തന്നെ ഒരു ടയർഡായി പോവും, നിങ്ങൾക്ക് സ്ട്രെസ്സായി പോവും എന്ന രീതിക്കാണ് കാണുന്നത്. സോ കൂടുതൽ ഇതിവിടെ ഒരു ജഗ്ലിങ് ചെയ്യാൻ നടക്കുന്ന പോലെയാണ്. ഓക്കെ, പക്ഷെ അവസാനം എന്താവും, ഇവിടെ ഈ ബലൂൺ പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാം കൂടി താഴെ തകർന്നു വീഴും അല്ലേ. സോ അതുപോലെയാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത്, ഒരു കുമിള പോലെയാണ്. ഓക്കെ, എപ്പോഴും എപ്പോൾ വേണമെങ്കിലും തകരാമെന്ന് പറഞ്ഞ പോലെ ഒരു ലെവലിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ എക്സോഷൻ ആയി പോകും, നിങ്ങൾ ക്ഷീണിച്ചു പോകും, ടയേർഡായി പോകും, ചിലപ്പോൾ അത് ഹെൽത്തിനെ വരെ ബാധിക്കും. സോ ബി വെരി കെയർഫുൾ. ഓക്കെ, നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നത് മാത്രം ചെയ്താൽ മതി. ആരെന്ത് പറയുന്നു എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് അല്പം ഒരു കെയർ കൊടുക്കുന്നതിൽ തെറ്റില്ല. ഫുള്ളായിട്ടല്ല, പക്ഷെ കുറച്ചെങ്കിലും നിങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ല. ഭാരങ്ങൾ നിങ്ങൾ മുഴുവൻ നിങ്ങൾ താങ്ങണം നിർബന്ധമില്ല. ഓക്കെ, കുറച്ചൊക്കെ മറ്റുള്ളവരോട് നോന്ന് പറയാനും പഠിക്കുക. എടുക്കാൻ പറ്റാത്ത നിങ്ങളെ നോന്ന് പറയുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടി ചിലപ്പോൾ വേറെ ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, പക്ഷെ നിങ്ങൾ എടുക്കുന്നില്ല, എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറഞ്ഞ് എടുക്കുന്ന പോലെയാണ്. അത് ശരിയല്ല. ഇവിടെ കമ്പാരിസൺ കാണുന്നുണ്ട്. കമ്പാരിസൺ പറയുമ്പോൾ ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് എപ്പോഴും നിങ്ങളുടെ ലൈഫിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. അവർക്കതുണ്ട്, എനിക്കില്ല. അല്ലെങ്കിൽ അതൊരു നമ്മൾ ജലസി തോന്നിയിട്ടല്ല, നിങ്ങൾക്ക് അസൂയ തോന്നിയിട്ട് എന്ന രീതിക്കല്ല, പക്ഷെ നിങ്ങളുടെ ഉള്ളിലൊരു നിരാശ. ഓക്കെ, അവർക്കൊക്കെ കിട്ടുന്നുണ്ട്, അവരൊക്കെ ശ്രമിച്ചിട്ട് ആരെങ്കിലും എക്സാം എഴുതി അവർക്ക് കിട്ടി, പാസ്സായി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തു പോകാൻ അവർ ട്രൈ ചെയ്യുന്നു, അവർക്ക് കിട്ടി, ജോലി അപ്ലൈ ചെയ്തു, അവർക്ക് കിട്ടി. ഓക്കെ, നിങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പം നിങ്ങൾക്ക് അവർക്ക് കിട്ടി എന്നുള്ളതിൻ്റെ വിഷമം രീതിക്കായിരിക്കില്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്താണ് എനിക്ക് മാത്രമല്ലാത്ത, എന്തോ ആ ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ ഒരേ പ്രായത്തിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചവർ അവിടെ ഇരിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, സോ ഞാൻ മാത്രം എത്തിയില്ല എന്ന രീതിക്ക് നിങ്ങൾ എവിടെയോ സ്വയം അവനവനെ ഒരു കുറ്റപ്പെടുത്തൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇത് 2 മരമാണ്, 2 തരത്തിലുള്ള മരമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് രണ്ടും വേറെ വേറെയാണ്. ഒന്ന് മുളയാണ്, ഒന്ന് വേറെ മരമായിട്ടുണ്ട്. സോ ഇത് പറയുന്നത് എല്ലാവരും വ്യത്യസ്തരാണ്. ഓക്കെ, എല്ലാവരുടെയും ജീവിതം വ്യത്യസ്തമാണ്.
ഇപ്പം നിങ്ങളുടെ സ്വന്തം, നിങ്ങളുടെ അനിയത്തി അനിയൻ അല്ലെങ്കിൽ ഏട്ടൻ ചേച്ചി ആരോ ആയിക്കോട്ടെ, ഓക്കെ, കൂടെ ജനിച്ച കൂടെ ഉള്ളവർ പോലും അവർ പോലും ഓരോരുത്തരുടെയും ലൈഫ് ഓരോ തരത്തിലായിരിക്കും. എനിക്ക് ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക. അവരെ പോലെ എനിക്ക് ആവാൻ പറ്റിയില്ല അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ചെയ്തില്ല എന്ന രീതിക്കൊന്നും നിങ്ങൾ അതുമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ മേലെ പ്രശ്നം എടുക്കുന്നത് നിങ്ങൾ. പക്ഷെ അങ്ങനെ എടുക്കണ്ട എന്നാണ് പറയുന്നത്. ബിക്കോസ് ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്, അതിൻ്റേതായ കഴിവുകൾ, അങ്ങനെയൊക്കെയാണ് അല്ലേ. സോ ഒരിക്കലും കമ്പാരിസൺ നിങ്ങൾ ചെയ്യാതിരിക്കുക. മേ ബി ആരെങ്കിലും നിങ്ങളെപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. സോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ട്രെസ് വരുന്നത്. ആൻഡ് ആക്ച്വലി ഐസൊലേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ കാണുന്നുണ്ട് ഇവിടെ. സോ ഓക്കെ, ഇവിടെ എനിക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഐ തിങ്ക് നിങ്ങളെ തന്നെ ഒരുപാട് നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു എനർജി എനിക്ക് വരുന്നുണ്ട്, തനിച്ചിരിക്കുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഐസായി പോവുക. ആക്ച്വലി ഇത് ഐസ് എന്നാണ് ഇരിക്കുന്നത്. സോ നിങ്ങൾ മരവിച്ച് പോവുക എന്ന രീതിക്കാണ്. ഞാൻ പറഞ്ഞ പോലെ സ്ട്രെസ് താങ്ങി മതിയാവുമ്പോൾ നിങ്ങളിങ്ങനെ മരവിച്ച് പോകാൻ തുടങ്ങും. ഓക്കെ, സോ അതായിട്ട് കാര്യമില്ല. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഈ ഒരു ഇത്രയും ഭാരം നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഒരു മോറൽ ഒബ്ലിഗേഷൻ അല്ല അത് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. സോ മേ ബി മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യാൻ പഠിക്കാം. കുറച്ചൊക്കെ മറ്റുള്ളവരെയും ചേർത്ത് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് കൂടി അത് ഷെയർ ചെയ്യുക. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. മറ്റുള്ളവരുമായിട്ട് ഒത്തുചേർന്ന് ശരിക്കും നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർ മേലെ ഭാരോട്ട് കൊടുക്കലും അല്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കൽ, അങ്ങനെയല്ല. എല്ലാവരും ചേർന്ന് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ലൈഫ്. ഓക്കെ, അല്ലാണ്ട് ഒരാൾ തനിച്ച് എല്ലാം കൂടി ഹാൻഡിൽ ചെയ്ത് നടക്കാനൊന്നും എപ്പോഴൊന്നും സാധിക്കില്ല. സോ എല്ലാവരും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തന്നെ വേണം. അത് നിങ്ങൾ ഒരിക്കലും അതൊരു നിങ്ങളുടെ ഒരു കുറവായിട്ടൊന്നും നിങ്ങൾ കരുതണ്ട. ഓക്കെ, സോ ഇവിടെ ഒരുപാട് ബേർഡൻ നിങ്ങൾ ക്യാരി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സോ അതിന് യൂണിവേഴ്സ് പറയുന്നത് അതിന് താഴെയിടാൻ സമയമായി എന്നാണ്. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് പൊട്ടലാണ് ഇവിടെ വരാൻ പോകുന്നത്. ഓക്കെ, യൂണിറ്റി, യെസ്. ലവേഴ്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഏഞ്ചൽ അഗൈൻ. ഓക്കെ, മറ്റേലും വന്നിരുന്നു, ഇതിലും ഉണ്ട്. ഓക്കെ, ഇവിടെ ഒന്നാമത് യൂണിറ്റി എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇത് എനിക്ക് തോന്നുന്നു ബന്ധങ്ങളെ കുറിച്ചാണെന്ന് എനിക്കൊരു തോന്നലുണ്ട്. നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ കുറിച്ചായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്സിനെ കുറിച്ചായിരിക്കാം ഇതെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട് ഇവിടെ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചോയ്സിനെ കുറിച്ചും ആവാം. നിങ്ങളുടെ ലൈഫിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് 2 ചോയ്സ് ഉണ്ട് എന്ന രീതിക്കും എടുക്കാം നമുക്ക്. കുറച്ച് പേർക്ക് പക്ഷേ ഇവിടെ യൂണിറ്റി ലവേഴ്സ് വന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളായിരിക്കും കൂടുതൽ എല്ലാം ചെയ്യുന്നത്, നിങ്ങളായിരിക്കും ആ ബന്ധത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനെല്ലാം ശ്രമിക്കുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പക്ഷേ അഗെയിൻ നിങ്ങളെ കൊണ്ട് മാത്രം ആ ഒരു ബന്ധം നിങ്ങൾ ശ്രമിച്ച് നിങ്ങൾക്ക് മതിയാവും. ഓക്കെ, അവസാനം ആ ബന്ധങ്ങൾ തകരാൻ തുടങ്ങും. മറ്റേ പേഴ്സണും കൂടി എഫേർട്ട് ഇട്ടാൽ മാത്രമേ ഒരു നല്ലൊരു ബന്ധം നിലനിൽക്കുള്ളൂ. സോ യൂണിറ്റി എന്ന് പറയുന്നുണ്ട്. ടൈം ഓഫ് ഡിവൈൻ അണ്ടർസ്റ്റാൻഡിങ്, റിന്യൂവൽ, പീസ് ആൻഡ് ഹോപ്പ്, യു റേഡിയേറ്റ് ആൻഡ് അട്രാക്ട് ഗ്രേറ്റ് ലവ്. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ആരോടെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, അതവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരാൻ പോകുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങൾ മേ ബി ഇനി നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയാൻ തുടങ്ങുക. അതായത് ഇത് നിങ്ങൾ മാത്രമായിട്ട് പോകരുത് എഫേർട്ട് എന്ന രീതിയിൽ. ഓക്കെ, സംസാരിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ശ്രമിക്കുക. പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കൂടിയുള്ള എഫേർട്ട് വരാനുള്ള നിങ്ങൾ അറ്റ്ലീസ്റ്റ് തുറന്ന് പറയുക. ഓക്കെ, ആൻഡ് ഇവിടെ യെസ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് വരും എന്നുള്ളതും കാണുന്നുണ്ട്. യൂണിയൻ എന്ന രീതിക്ക് കാണുന്നുണ്ട്. ഓക്കെ, യൂണിറ്റി അല്ലെങ്കിൽ ഒത്തൊരുമ എന്ന രീതിയിൽ നിങ്ങൾ ഒന്നിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ആൻഡ് ഓക്കെ, ലവേഴ്സ് പറയുന്നത് ഇവിടെ ആക്ച്വലി നമ്മൾ 2 ചോയ്സിനെ കുറിച്ചാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ 2 വഴികൾ നിങ്ങൾക്ക് ഓപ്പണായിട്ട് കിട്ടും. 2 പാത, 2 വഴികൾ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് കാണുന്നുണ്ട്. അതിൽ ഏത് വേണം എന്ന് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ആ സമയത്ത് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ബി ട്രൂ ടു യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ശരിക്കും എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ ആലോചിക്കാം. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന പോലെ കേൾക്കണം, ഞാൻ അതുപോലെ ചെയ്യണം, എൻ്റെ ഫാമിലി ആഗ്രഹിക്കുന്ന പോലെ ചെയ്യണം, അങ്ങനെയൊന്നും, അതൊക്കെ ഭാരങ്ങളാണ്, എല്ലാം ഭാരങ്ങളാണ്. ജോലി മാത്രമല്ല, എല്ലാം ഭാരങ്ങളാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അഗൈൻ അവർ പറയുന്ന പോലെ നിങ്ങൾ വേണമെന്നില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് ആലോചിച്ചിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കൂ എന്നാണ് പറയുന്നത്. ഏഞ്ചൽ ഉണ്ട് അഗൈൻ, മറ്റേ ഫസ്റ്റ് പൈലും വന്നിരുന്നു. സോ ഏഞ്ചൽസ് ഇവിടെ നിന്ന് വളരെയധികം പ്രസൻ്റ് ആണ് നമ്മുടെ ഇതിൽ. ഓക്കെ, സോ ഏഞ്ചൽസ് ഉണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങളുടെ ഒരു മുന്നോട്ട് ലൈഫിൽ നിങ്ങൾക്ക് ഹെൽപ്പായിട്ട് തീർച്ചയായിട്ടും ഏഞ്ചൽസ് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ യെസ് നിങ്ങൾക്ക് റിയൂണിയൻ വരുന്ന അല്ലെങ്കിൽ യൂണിറ്റി, നിങ്ങൾ യൂണിയൻ എന്ന് പറയുന്നില്ല, ഒരു പേഴ്സണുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ ഓക്കെ നിങ്ങളുടെ ചോയ്സസ് നിങ്ങൾക്ക് വരും. ആൻഡ് ആ സമയത്ത് നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാം. ഓക്കെ, അതാണ് ഇന്നത്തെ മെസ്സേജ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.